കാര്യം നമുക്ക് ഒരു ദിവസത്തേക്ക് പോകണ്ടു വെച്ചാലും ഒന്നല്ല, ഇതിപ്പോ 2 ദിവസമുണ്ട്, ഒറ്റൊരു പ്രോഗ്രാമിനാണ് പോകണമെന്ന് വെച്ചാലും കുറെ മേക്കപ്പും അങ്ങനത്തെ ഒക്കെ കൊണ്ടുപോകണം. ഇതൊക്കെ ചെയ്യണ്ടേ നമുക്ക്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ ഇത്രയും സാധനങ്ങൾ ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ആ കാര്യത്തിൽ വളരെ നല്ലത്. പക്ഷെ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇത്രയും ഇപ്പോൾ 8 വർഷമായിട്ട് ഞാൻ തന്നെയല്ല എല്ലാത്തിനും ഞാൻ ചെയ്യുന്നത്. പിന്നെ നമുക്കതൊരു കണ്ടന്റ് വേണം, എങ്ങനെ നമുക്ക് മേക്കപ്പ് ചെയ്യാം, പല പല ലുക്സിന് എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്നതൊക്കെ കാണാൻ പറ്റും. ഇത് നമ്മൾ സൽവാറായിട്ട് വേണം, മദർ ഡോട്ടർ കോമ്പായിട്ട് നല്ല രസമുണ്ട് ഔട്ട്ഫിറ്റ്. നമ്മൾ ആര്യൻസിനാണ് കേട്ടോ, ആര്യൻസ് അല്ല ആര്യൻസിനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കഴിഞ്ഞാണ് ഞാൻ ആര്യാസ് എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ആര്യൻസിനാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഗോർജിയസ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റാണ്, സിമ്പിളാണ്, അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നാളെ 10 മണിയാകുമ്പോൾ ഇറങ്ങണം. അപ്പോൾ ആകെ ഹെക്ടിക്കാം. 10 മണിയാകുമ്പോൾ ഇറങ്ങണം വെച്ചാൽ പ്രോഗ്രാമിന് ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ സ്ട്രെയിറ്റൻ ചെയ്തത്. ബട്ട് ഇറ്റ് ലുക്സ് ഓഡ്. നമുക്ക് നാളെ നോക്കാം എന്താ വേണ്ടതെന്നുള്ളത്. കെട്ടി വെക്കണോ അതോ അഴിച്ചിടണോ വെച്ചിട്ടാണ് ഞാൻ സ്ട്രെയിറ്റൻ ചെയ്തത്. എന്താ വേണ്ടതെന്ന് നാളെ നോക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് പെട്ടിക്കാത്ത നമുക്ക് ഇത്രയും മേക്കപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെയാ എനിക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് ഞാൻ വെച്ചിട്ടുള്ള മേക്കപ്പും അതേപോലെ ബ്രഷസും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതിൽ സ്കിൻ കെയർ ഉണ്ട്, ഇതിൽ ഹെയർ പ്രോഡക്ട്സ് ഉണ്ട്. ഇത് ഇങ്ങനെ ഹെയർ പ്രോഡക്ട്സ് ആണ്. സ്ട്രെയിറ്റ്നർ അല്ല, ക്രിംപ് ചെയ്യുന്നതുണ്ട്, പിന്നെ ഹെയർ പിൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹെയർ ടൈസ് ഉണ്ട്. പിന്നെ ഈ മുക്കുട്ടിയുടെ സാധനങ്ങളും കുറച്ച് എടുക്കണം. ഇത്രയായി. ഇതൊക്കെ നമുക്കിനി താഴേക്ക് കൊണ്ടുപോയിട്ട് ഡ്രസ്സ് ഇളക്കാൻ നമുക്കിനി പാക്ക് ചെയ്യാം കേട്ടോ. പഴമൊക്കെ കഴിച്ചു. അവിടെ ഇരുന്നിട്ട് ഏതൊക്കെയോ സിനിമകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പൈസ എടുത്തിട്ടുണ്ട്. ഏഷ്യനെറ്റ് ഉണ്ട്, സൂര്യ TV ഉണ്ട്, മഴവിൽ മനോരമ ഉണ്ട്, അല്ലേ മുക്കുട്ടി? അങ്ങനെ ഒരു വിധം ഉള്ളതെല്ലാം ഉണ്ട്. അവിടെ എങ്ങനെയുണ്ട് ചുണ്ട്? മുക്കുട്ടിയുടെ ചുണ്ട് ആകെ മൊത്തത്തിൽ കണ്ടോണ്ട് ഒരു വൈറ്റ് കാണാണ്ടോ? അയ്യോ കണ്ടോ? അത് 2 ചാൻസസ് ഉണ്ട്. ഒന്നില്ലേ, എവിടെ ഇമ്മക്കുട്ടിയുടെ ഈ പല്ലില്ലേ, ഇത് ഭയങ്കര കൂർത്ത പല്ലായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് വന്ന് തട്ടിയിട്ടാണോ എന്ന് സംശയമുണ്ട്. കുഞ്ഞുണ്ട്. അപ്പോൾ അത് എന്തായാലും മരുന്ന് മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലെറ്റ്സ് ഡു അവർ സ്കിൻ കെയർ. ഇനിയിപ്പോൾ നമ്മളൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഔട്ടൊക്കെ കിടക്കാം. അപ്പോഴേക്കും ഇപ്പോൾ നന്നായിട്ട് ഉള്ളിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ടാവും. അപ്പോൾ കിടക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ കാണുമ്പോൾ തോന്നുന്നു ഇത് എന്ത് ടൂ മച്ച് ഓവർ അല്ലേ എന്നുള്ളത്. ഓവറാണ്, പക്ഷെ ഇവൻച്വലി അത് സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവും. അതിനുശേഷം മാത്രമേ നമ്മൾ കിടക്കാൻ പാടുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ എടാ ഇതൊന്നും എടുക്കരുതോ, ഞാനാണ് പൊന്നും കൂടെ പോലെ കൊണ്ടു നടക്കുന്ന. അപ്പോൾ അബ്സോർബ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെയാകുമ്പോൾ നാളെ നമ്മൾ എഗെയിൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്കിന്നിന് അത്ര ഹാംഫുള്ളും അല്ല. മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ട് ഗ്ലൈഡ് ചെയ്യുകയും ചെയ്യും. നാളെ നമുക്കൊരു TV പ്രോഗ്രാമും കൂടി ആയതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയപ്പോൾ നമുക്ക് ഇനി നാളെ കാണാം. ഒരു ഹാഫ് ആൻ അവറിൽ കിടക്കുക. നമ്മൾ വേഗം കിടന്ന് ഉറങ്ങണം, അല്ലേ കുട്ടി? നാളെ മക്കുട്ടിക്കും പരിപാടിയുണ്ട്. മരുന്ന് കഴിച്ചാൽ ടിമ്മിക്ക് കഴിക്കണ്ടേ നമുക്ക്? ഗുഡ് നൈറ്റ്. കം 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 കം. Good night. Good night. Bye. Good night. അപ്പോൾ നന്നായി ഉറങ്ങി. ഞാൻ രാവിലെ നേരത്തെ എണീറ്റു, റെഡി ആവണ്ടേ. അപ്പോൾ ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നോക്കി നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഓൾറെഡി നമ്മുടെ അസ്വി മലയാളം ചാനലിൽ അപ്പായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ലുക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു നോക്കൂ. പിന്നെ മേക്കപ്പ് എല്ലാം ഞാൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബാണ്ടൊക്കെ ഇട്ടാക്കിയിട്ട്. കുറേ സാധനങ്ങൾ വേണമല്ലോ. പിന്നെ ഞാൻ നെയിൽസ് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നെസിലെ ഒരു ഫ്രഞ്ച് നെയിൽസ് പോലെ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഞാൻ പുറത്തുനിന്ന് ചെയ്തതാണ് കേട്ടോ. അത് ഞാൻ തന്നെ ചെയ്തതല്ല. എനിക്ക് പ്ലെയിൻ നെയിൽസ് അങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്യാറുള്ളൂ. തന്നെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നെയിൽ ആർട്ടൊക്കെ ചെയ്യാൻ ഇപ്പോൾ മടിയായി തുടങ്ങി. അങ്ങനെ ഇതാ ഇപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കണം. ഞാൻ ഐ മേക്കപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് പിന്നെ പ്രശ്നമില്ലല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഫേസ് മേക്കപ്പ് ലിപ്സ്റ്റിക്കും ചെയ്യണം. ഫേസ് മേക്കപ്പ് ഇനിയിപ്പോൾ ഫൗണ്ടേഷൻ, കൺസീലർ, ബ്ലഷ്, ഹൈലൈറ്റർ, അത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു പോയി ഭക്ഷണം കഴിച്ചിട്ട് തരാം. Imu, what is this? A brain. Brain? Imu കുട്ടിയുടെ ബ്രെയിൻ എങ്ങനെയാണോ? No, my brain is smart. പിന്നെ ഇത് ആരുടെ ബ്രെയിനാ? Skeleton's brain. ഇത് സ്ക്രാമ്പിൾഡ് എഗ് വിത്ത് മിൽക്ക് ആണ് കേട്ടോ.
അപ്പം ഞാനും ഇമ്മക്കുട്ടിയും കൂടെ പോവാണ്. ഏട്ടനില്ല, ഏട്ടന് ജോലിയുണ്ട്. അപ്പോൾ ആളവിടെ ഇരുന്ന് ജോലി ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചൊരു ഇമ്മക്കുട്ടി നല്ല ടയേർഡാണ് കേട്ടോ. അവൾക്ക് ഈ ജലദോഷത്തിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടുകളായിട്ട് സ്കൂളിൽ പോയി തുടങ്ങിയിട്ട്. അത് മാത്രമല്ല, നാട്ടിൽ നിൽക്കുമ്പോൾ ഇമ്മയ്ക്ക് അസുഖം വരുന്നത് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗോവയിലായിരുന്നപ്പോൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മേ ബി ക്ലൈമറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ചപ്പാത്തി റോളാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി. അങ്ങനെ ചെയ്യാൻ ചേട്ടാ. അപ്പോൾ ഇതാ ഇത് ഓൾറെഡി അപ്പായിട്ടുണ്ടായിരുന്നു. ടി വിയിൽ കാണിച്ചത് ഞാൻ, ഇത് ആക്ച്വലി ഞാൻ കണ്ടതും കൂടിയല്ല, ഏട്ടൻ പാലക്കാട് ഉണ്ടായിരുന്ന ഏട്ടനും ഉമ്മക്കുട്ടി. അപ്പോൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് അയച്ചതാണ്. ഇഷ്ടമായോ? പരിപാടി എങ്ങനെയുണ്ടായിരുന്നു? ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊന്ന് അടിയിൽ കുറച്ച് കുക്കായി വരുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി നമ്മൾ ഇതിനകത്തോട്ട് ചോക്ലേറ്റ് ദോശ കൂടി ഉണ്ടാക്കിയാലോ? അപ്പോൾ ചോക്ലേറ്റ് ദോശ ഉണ്ടാക്കാൻ ഇമ്മക്കുട്ടി എന്റെ അടുത്ത് ഇരുന്നാ മതി കേട്ടോ. ഇമ്മക്കുട്ടി ഭാവിയില് ബ്യൂട്ടി ബ്ലോഗറാണോ? അമ്മയെ പോലെ ആണോ? നമുക്ക് IPS ഒന്നും ഇതാരും ചെറുപ്പത്തില് IPS ആണോ അല്ലേ? ഇവർ തൃശ്ശൂരിൽ നിന്നാണല്ലേ ആക്ച്വലി വരുന്നത്. നേരെ തൃശ്ശൂർ അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ ഓൾറെഡി തന്നെ ഏട്ടൻ ഇവിടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ വേറെ റൂമിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്, വേറെ ഹോട്ടലിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. എന്നിട്ട് നമുക്കന്ന് റൂം ശരിയായി ഉണ്ടായിരുന്നില്ല, ബുക്ക് ചെയ്തിട്ട് അതിൽ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് റൂം അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ ഇന്നലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യണം, കാരണം നാളെ നമുക്ക് ഇവിടെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെയാട്ടോ ഇവിടെ റൂം എടുത്തത്. നല്ല രസമുണ്ടായിരുന്നു. അത് ഏറ്റവും എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പോൾ റൂം ടൂർ ഞാൻ കാണിക്കാം. ഇനി നമുക്ക് പരിപാടിക്ക് പോയിട്ട് നമുക്ക് കിട്ടി ഗുഡി ബാഗ് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഈ വ്ളോഗ് ഇടുമ്പോൾ ഓൾറെഡി പരിപാടി അപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഈ പരിപാടിയുടെ സ്പോൺസേഴ്സിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ എക്സോ. അമ്മയ്ക്ക് സന്തോഷം. ഞാനിപ്പോൾ ഒരുമാതിരിപ്പെട്ട പരിപാടിക്ക് പോയി വരുമ്പോഴൊക്കെ അമ്മയ്ക്ക് നല്ല സന്തോഷം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സ്പോൺസേഴ്സ് പാത്രത്തിൻ്റെയോ അതല്ലെങ്കിൽ കഴിഞ്ഞാൽ നമ്മൾ ബ്രാൻഡ് സ്റ്റോറീസിന് പോയിട്ടുണ്ടായിരുന്നില്ലേ, എണ്ണ, മസാല പൗഡർ, അതൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിനി 1 മാസത്തേക്ക് 1-2 മാസത്തേക്കുള്ളത് കിട്ടിയിട്ടുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് അറിയാം അടിപൊളിയായിട്ടുള്ളത്, നമുക്ക് വണ്ടർലാൻഡ് 3 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അച്ഛനന്ന് എനിക്കന്ന് അമ്മയ്ക്ക് വന്നു. അപ്പൊ നമുക്ക് അടുത്ത തവണയോ എപ്പോഴെങ്കിലും നമുക്ക് പോവാട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിൽമയുടെ ഷോപ്പിൽ പോകണം, ഒരുപാട് സ്നാക്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് സ്പെഷ്യൽ ഗീ ബിസ്ക്കറ്റ്, പിന്നീട് മിൽമ ചോക്കോ ബീറ്റ്സ്, മിൽമ മിൽക്ക് പേട, ഗുലാബ് ജാമുൻ, ഒരുപാട് പ്രൊഡക്ട്സ് ഇറക്കണ്ടല്ലേ മിൽമ. നൈസ്. പേട. മുക്കുട്ടി ഇതെന്താ പറഞ്ഞത്? എനിക്ക് പാട നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവിടുത്തെ ഫോട്ടോഗ്രാഫർ പാടയോ ഞാൻ പറഞ്ഞു പേടയാണ് ഈ മുക്കുട്ടി ഉദ്ദേശിച്ചത്. ഇത് ജാക്ക് ഫ്രൂട്ട് പേട, ചോക്ലേറ്റ് പേട, ക്യാരറ്റ് പേട, പിന്നെ ഇത് 2 ജ്യൂസ്, മാംഗോ ജ്യൂസ്, പിന്നെ മാംഗോ ജ്യൂസ്, പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഉണ്ട് കേട്ടോ. സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ളതുണ്ട്, എല്ലാം സ്ട്രോബെറി ഫ്ലേവർ ആയിട്ടുള്ളതാണ്. ഞാൻ ഉപ്പൊക്കെ മാറ്റട്ടെ. മിക്കവാറും നമുക്കിവിടെ കേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇൻസ്റ്റാ 300K ആയി. അപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാം ബർത്ത്ഡേ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ബേക്കേഴ്സ് ഉണ്ട് കേട്ടോ, ക്രീമി കേക്ക്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ഇതിനേക്കാളും മുമ്പ് ഇതിനൊക്കെയോ നമ്മൾ മറ്റാ ഡ്രീം കേക്ക് ഇല്ലേ, അത് അവിടെ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു 300K കേക്ക് വേണം എന്നുള്ളത്. അപ്പോൾ അവൾ ഇന്ന് കൊടുത്തുവിടാന്ന് പറഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ആദ്യം ഒന്ന് സൂസ് പോട്ടെ. രാവിലെ ഞാൻ പോയതാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ടില്ല. എന്ത് ഷൂട്ട്സിന് പോകുമ്പോൾ ഞാൻ പിന്നെ വെള്ളവും കുടിക്കില്ല, സൂസും പോയില്ല. അതാണ് എൻ്റെ ഏറ്റവും പൊട്ട സ്വഭാവം. അപ്പം അതൊക്കെ മാറ്റിയെടുക്കണം. അപ്പം ഞാൻ അത് പോയി ഇതൊക്കെ മാറ്റി വരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള ഹോട്ടൽ. നല്ല നല്ല രസം, ഭയങ്കര കോസി, ഭയങ്കര ചെറുതാണ്.
ഭയങ്കര വലുതൊന്നല്ല, പക്ഷേ എൻ്റെ ആംബിയൻസ് ഒക്കെ നല്ല രസമാണ്. എസ്പെഷ്യലി പുറത്ത് കുറേ ചെടികളും ഒരു കഫേ രീതിയിൽ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ ഇത് റൂം നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2000 സംതിങ് എത്തിയായിരുന്നു നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത്. 2000 to 3000 ഇടയ്ക്കായിരുന്നു കേട്ടോ ഒരു റൂമിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഇത് ടൗണിൽ തന്നെയാണ്, അപ്പോൾ പിന്നെ സൗകര്യം. എനിക്കാണെങ്കിൽ നാളെ ഒരു വർക്കും ഉണ്ട്, അപ്പോൾ ഇവിടുന്ന് പോകാനായിട്ട് അതും കൂടി കണക്കാക്കിയിട്ടാണ് കേട്ടോ അവിടെ റൂം ബുക്ക് ചെയ്തത്. പ്രസൻറ്റ് അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ചിട്ടുണ്ടായിരുന്നത് അത് സൂര്യ ടി വിയുടെ അവർ തന്നെ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അത് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടേക്ക് ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് മാറിയതാണ്. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് നാളായി നോക്കി വെക്കണം വരണം എന്ന് വിചാരിച്ചിട്ട്. ഇതൊരു ജപ്പാനീസ് വൈബുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. പിന്നെ പുറമേ ആണെങ്കിലും നല്ല റിസപ്ഷൻ്റെ ഭാഗമാണെങ്കിലും ഇവിടെ കുറേ ബുക്സൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു റീഡിങ് റൂം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ലതാണ്. പുറത്താണ് ഏറ്റവും രസം. അവിടുത്തെ കഫേയും അവിടുത്തെ കുറച്ച് ഗ്രീനറിയൊക്കെ നല്ലതാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനും ഇമ്മക്കുട്ടിയും കൂടെ എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ 3 ആളും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇമ്മയ്ക്ക് കേക്ക് എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുക. തണുത്തൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ എന്തായാലും ഐസ്ക്രീമൊന്നും പറ്റില്ല പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോഫി, അതേപോലെ ഇങ്ങനെ ഡോണറ്റ്സ്, അങ്ങനത്തെ ഒക്കെ ഒരു കഫേ സെറ്റപ്പാണ് കേട്ടോ. ക്രോസോണ്ട് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താ വേണ്ടത് ഇങ്ങനെ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് കുറേ സാധനങ്ങളുള്ള കാരണം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക എന്താ വേണ്ടതെന്ന് നോക്കിയിട്ട്. പിന്നെ അവസാനം ഒരു വൈറ്റ് ക്രീം ഡോണറ്റ് അത് മേടിച്ചു കേട്ടോ. പിന്നെ ഒരു കോഫി മേടിച്ചിട്ട് ഞാനും ഇമ്മക്കുട്ടിയും കൂടിയിട്ട് ഷെയർ ചെയ്യും. ഏട്ടൻ കോഫി കുടിക്കില്ല കേട്ടോ, കാരണം ഏട്ടന് കോഫി കുടിച്ചാൽ അപ്പോൾ തലവേദന വരും. അങ്ങനെ ആൾ ചായ മാത്രമേ കുടിക്കുള്ളൂ. അങ്ങനെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ചോദിക്കുമ്പോൾ ഭയങ്കര പെർട്ടിക്കുലറായിട്ട് ഇത് ടേസ്റ്റ് ഉണ്ട്, അത് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അത് കറക്റ്റ് പറയും കേട്ടോ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ. പിന്നെ എത്ര വലുതായല്ലോ ഇത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാം എന്നൊക്കെ വിചാരിക്കുമായിരുന്നു. ഇനി കുറച്ച് സമയമുണ്ടല്ലോ, എന്നിട്ട് വീട്ടിൽ പോയിട്ട് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കും. ഏട്ടനും ഇമ്മക്കുട്ടിയും കൂടെ TV കാണും. അങ്ങനെ അപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നാണ്. ഇമ്മക്കുട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ കോഫി വന്നു. എനിക്കിപ്പോൾ ഇഷ്ടമാണ് കേട്ടോ കോഫിയൊക്കെ. ഞാൻ മുന്നേ ചായയും കാപ്പിയും ഒന്നും കുടിക്കില്ലായിരുന്നു. ഇപ്പോൾ ആണ് എനിക്ക് ഇങ്ങനെ കോഫി ഇഷ്ടമായി തുടങ്ങിയിട്ട്. ഇടയ്ക്ക് പുറത്ത് പോകുമ്പോൾ മാത്രം കോഫി കുടിക്കും. അങ്ങനെ. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. നമ്മൾ ഓൾറെഡി ഹോൾ വീഡിയോ ചെയ്തിട്ടുള്ളത്, ഒരു ഇൻസ്റ്റാ സ്റ്റോറി നമ്മൾ മേടിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇത് മുടി സ്ട്രെയിറ്റൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിടക്കണത്. സാധാരണ നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യില്ലേ, മറ്റേ സ്ട്രെയിനർ വെച്ചിട്ട് അത് വെച്ചിട്ട് സ്ട്രെയിറ്റൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇമ്മക്കുട്ടിയും കൂടെ ഒരു ഡാൻസൊക്കെ ഷൂട്ട് ചെയ്തു. ഡാൻസ് ഇതൊന്നും പറയാനില്ല, ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് മാത്രം. അങ്ങനെ നമ്മൾ താഴെ പോയി 300K സ്പെഷ്യൽ കേക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ റൂമിലേക്ക് പോവാം. നമ്മൾ കേക്കൊക്കെ മുറിച്ചു കേട്ടോ. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. ക്രീമി ക്രീവിങ്സ് ആണ് കേട്ടോ. നമ്മുടെ കൊച്ചിയിലത്തെയാണ്, പക്ഷെ എവിടെ വേണമെങ്കിലും ഡെലിവർ ഒക്കെ ചെയ്യും കേട്ടോ. നമ്മൾ കഴിഞ്ഞ വ്ളോഗിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഡ്രീമി കേക്കില്ലേ, അത് ഒക്കെ അവിടെ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തു വരെ. താങ്ക് യു സോ മച്ച്. ഇൻസ്റ്റയിൽ നമ്മൾ 300K അങ്ങനെയാണോ? റൈമിംഗ് ആണോ? സ്പൂൺ ഞാൻ കത്തി വെച്ച് കുത്തി കഴിക്കായിരുന്നു. അതിലെ നമ്മള് 300K ആയി ഇൻസ്റ്റയില്. ഇൻസ്റ്റ ഭയങ്കര ഇങ്ങനെ ഉറുമ്പ് എഴയണ പോലെ ഇങ്ങനെ എഴഞ്ഞ് പോവായിരുന്നു. പക്ഷെ അവസാനം എത്തി 500K എന്നൊക്കെ ഞാൻ ഈ വർഷം വിചാരിച്ചത്. ഈ വർഷം പോയിട്ട് അടുത്ത വർഷം തന്നെ ആവുമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഇറ്റ്സ് ഓക്കെ, പതുക്കെ പോയാൽ മതി. എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ല കോണ്ടന്റ് ചെയ്യാൻ പറ്റിയാൽ മതി. അതാണ് ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അത് നടക്കുന്നുണ്ട്. ലവ് യു കുഞ്ഞു. ലവ് യു. ലവ് യു മുത്തേ, ലവ് യു. നീ എന്ത് പറഞ്ഞാലും ലവ് യു. വീണ്ടും വീണ്ടും ലവ് യു. പട്ട് പിടിച്ചാലും ലവ് യു. കുട്ടി അതെങ്ങനെയാ കാണിക്കാൻ? ലവ് യു മുത്തേ, ലവ് യു. നീ എന്ത് പറഞ്ഞാലും ലവ് യു. വീണ്ടും വീണ്ടും ലവ് യു. പട്ട് പിടിച്ചാൽ ലവ് യു. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കറിയാണ് പറയുക, ഏതെങ്കിലും ഒറ്റ കറി. പിന്നെ ഏട്ടൻ മുട്ടാണെങ്കിൽ ഞാൻ അപ്പം പറയും, ഒരു ഡിഫറൻസ് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്.
ഇമ്മക്കുട്ടി ദോശയാന്ന് തോന്നുന്നു പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡിന്നർ കഴിയും. ഒറ്റക്കറിയിലും പിന്നെ എന്തെങ്കിലും ഒരു 1-2 ഐറ്റംസ് ഇങ്ങനെ പറഞ്ഞ പോലെ ദോശ, അപ്പം, ഇടിയപ്പം അങ്ങനത്തെ ഏതെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിന്നറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഈ ഹോട്ടലിൻ്റെ പേര് നിക്കോ ഹോട്ടൽസ്. കുറച്ച് നേരെങ്കിലും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. ഇങ്ങനെ ആ സൈഡിൽ തന്നെയാണ്, റോഡ് സൈഡിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നാണ് കേട്ടോ പോയത്. എന്നിട്ട് നമ്മൾ തിരിച്ച് റൂമിലെത്തി. അധികം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി കേക്കൊക്കെ കഴിച്ചായിരുന്നു. കേക്കൊക്കെ നല്ലോണം കഴിച്ചു. ഇപ്പോൾ ഈ മുക്കുട്ടി മെടയാൻ പഠിച്ചു കേട്ടോ. അപ്പോൾ അത് കാരണം 24 മണിക്കൂർ മുടി മെടയിലാണ് മെയിൻ പണി. പിന്നെ നമ്മൾ ഉറങ്ങിയത് പിറ്റേ ദിവസം കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചാടിത്തുള്ളി വന്ന് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഓടി വന്ന് ഞാൻ അതിൻ്റെ ടെറസിൻ്റെ മീതി ഒരു ഗാർഡൻ പോലെ ഉണ്ട്. അത് കണ്ടുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കും ഇങ്ങനെ ഒരെണ്ണം വീട്ടിൽ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് മണ്ണുത്തിയിൽ പോയിട്ട് കുറച്ച് ചെടികളൊക്കെ മേടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാമല്ലോ. നോക്കാം, നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ പൂരി, പിന്നെ ഉരുളക്കിഴങ്ങ് കറി, ഉപ്മാവ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പഴം നുറുക്ക്, പിന്നെ സോസേജ് അതൊക്കെ ഉണ്ടായിരുന്നു. ജ്യൂസ്, അപ്പം അതൊക്കെ കഴിച്ച്. അപ്പൊ എനിക്ക് ഷൂട്ടിന്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാനത് ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ വന്ന് കുറച്ചു നേരം മൂവി കണ്ട് അപ്പോഴേക്കും പിന്നെ ഇറങ്ങാറായി. എന്റെ കൂടെ കിട്ടിയ ഗിഫ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇതിണ്ടല്ലോ ഒരു ജപ്പാനീസ് വൈബാ, നല്ല അടിപൊളിയാണ്. ഭയങ്കര കോസി നൈസ് സ്വീറ്റ് റൂം ആയിരുന്നു കേട്ടാ. നൈസ് ആയിരുന്നല്ലേ, അഫോർഡബിളും ആണ്. ടൗണില് തന്നെയാ. അതും കടവന്ത്ര, പ്രോപ്പർ കടവന്ത്രയിലുമാണ്. അപ്പൊ നമുക്ക് ഷൂട്ടിന് പോകാനും അതിനൊക്കെ ഒക്കെ നല്ലതാണ്. സ്വീറ്റ് നൈസ് പെരുമാറ്റാണ് എല്ലാവരുടെയും. ഹാപ്പി. ഇനി വർക്കിനല്ലാണ്ട് വന്ന് സ്റ്റേ ചെയ്യാം 2 ദിവസം ഇങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിനി നേരെ തൃശ്ശൂർക്കാണ് കേട്ടോ വരുന്നത് കേട്ടോ. ലെറ്റ്സ് ഗോ. എന്തുണ്ട് വിശേഷം? ഇതിപ്പോ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ വ്ളോഗ് ചെയ്യണത്. മൊത്തത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയണ്ടാവും. നമ്മൾ സൂര്യ ടിവിയുടെ പ്രോഗ്രാമിനാണല്ലോ പോയത്. അത് ഇന്നലെയാണ് കേട്ടോ എയർ ആയത്. സൂര്യ ടിവിയിൽ കുറച്ച് പേര് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ലിങ്ക് തരാനായിട്ട് ഇല്ല. കാരണം ടി വിയിൽ വന്ന പ്രോഗ്രാം അല്ലേ. അതിന് യൂട്യൂബിൽ വരണ സമയത്ത് ഞാൻ ലിങ്ക് ഇടാം കേട്ടോ. അത് ശില്പ ബാലയുടെ കുക്കിംഗ് പ്രോഗ്രാമാണ്. അതിന് നമ്മൾ ഗസ്റ്റായിട്ട് പോയതാണ്. അങ്ങനെ പിന്നെ അപ്പോൾ അതാണ് ചില ക്ലിപ്പിങ്സ് ഒക്കെ മിസ്സായിപ്പോയി ലാസ്റ്റത്തെ. അവിടെ നമ്മൾ ഹോട്ടലിൽ താമസിച്ചതും അത് കഴിഞ്ഞ് തിരിച്ചു വരണതും അങ്ങനത്തെ ചില ക്ലിപ്പിങ്സ് മിസ്സായിപ്പോയി പിറ്റേ ദിവസത്തെ. പക്ഷെ അത് ഓക്കെ, സാരമില്ല. പിന്നെ വിചാരിച്ചു നമുക്കൊന്ന് വർത്താനം പറഞ്ഞിട്ട് ഈ വ്ളോഗ് എൻഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇടയിൽ നമുക്ക് നവരാത്രി ഷൂട്ടൊക്കെയാണ് കേട്ടോ. നവരാത്രി ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ വൈറ്റിൻ്റെ ദിവസമാണ്. വൈറ്റ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാനൊരു 4 ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇന്നലെ ഓറഞ്ച് ആയിരുന്നു. ഫസ്റ്റ് ഡേ ഓറഞ്ച് നമ്മൾ ശരണ്യയുടെ ഒപ്പമായിട്ട് ഷൂട്ട് ചെയ്ത്. ശരണ്യ ഇങ്ങോട്ട് വന്നു. നമ്മൾ സൂവിൻ്റെ അവിടുത്തെ ഒരു പാലസ് ഇല്ലേ, അവിടെയാണ് കേട്ടോ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ മെസ്സ് ഇവിടെ കാണാം. ഇതാ ഷൂട്ട് കഴിഞ്ഞതിൻ്റെ ഒരു മെസ്സാണ്. അതൊക്കെ ഇനി ഒന്ന് വൃത്തിയാക്കി ഒന്ന് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇന്നത്തെ ഷൂട്ട് തുടങ്ങാനായിട്ട്. ഇന്ന് ഞാൻ ഔട്ട്ഡോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഷൂട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കണത്. എനിക്കറിയില്ല, പുതിയ ലെൻസ് മേടിച്ചിട്ടുണ്ട്. അത് 85mm. അപ്പോൾ അത് ദൂരെ വെച്ചിട്ട് വേണം ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കത് അങ്ങോട്ട് ആയിട്ടില്ല, പിടുത്തം വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പുറത്തൊക്കെ ഔട്ട്ഡോർ ഷൂട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമാണ്. പക്ഷെ ആരെങ്കിലും ഒന്ന് വേണം നമുക്ക് ഷൂട്ട് ചെയ്ത് തരാനും അങ്ങനെയൊക്കെ ആയിട്ട്. നോക്കാം, നമുക്കത് എങ്ങനെയെങ്കിലും ഫിഗർ ഔട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്ഡേറ്റ്. നവരാത്രി സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഇന്നിപ്പോൾ വൈറ്റ് ഞാനുണ്ടല്ലോ ഇപ്പോൾ വരെ. ഇത് നെക്ക് കുറച്ച് ഡീപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ഒരു ലേസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആവാൻ വിചാരിച്ചിട്ട്. ഇത് കണ്ട് ഈ ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല രസമായിട്ടില്ലേ. ഞാൻ പണിയൊക്കെ തുടങ്ങട്ടെ. അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് ഇവിടെ നിർത്താം. ലവ് യു ഓൾസോ സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ടൈം. എല്ലാവർക്കും നവരാത്രി സീരീസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.